ഹായ്, നമസ്കാരം. വാൾപ്പാറ ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നേക്ക് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ പല ഊഹാപോഹങ്ങളും, ഡ്രൈവറാണ് വണ്ടി ഓടിച്ചിരുന്നത്, അല്ല പിന്നെ ഡ്രൈവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവറാണ്, ചെറിയ പയ്യനാണ്, 21 വയസ്സായിട്ടുള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അഭ്യൂഹങ്ങളും ഒരുപാട് ചർച്ചകളും വന്നിരുന്നതാണ്. ഇപ്പോൾ അതിന്റെ നിജസ്ഥിതി കൊണ്ട് ബിഗ് TV തന്നെ വന്നിട്ടുണ്ട് നമ്മളെ മുന്നിലേക്ക്. അതായത് അതിന്റെ ഡീറ്റെയിൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ബിഗ് ടി വി ബിഗ് ബ്രേക്കിംഗ്. വാൽപ്പാറയിൽ 9 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനം ഓടിച്ചത് സ്കൂൾ ബസ് ഡ്രൈവർ. ട്രാവലർ ഡ്രൈവർ ഫായിസിന് പകരം യാത്രാസംഘത്തിലെ സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി വാഹനം ഓടിക്കുകയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റേതാണ് കണ്ടെത്തൽ. അപകടത്തിൽപ്പെട്ട വാഹനം താഴേക്ക് പതിക്കുന്നതിനിടയിൽ മുന്നിൽ നിന്ന് തെറിച്ചു വീണവരാണ് രക്ഷപ്പെട്ടതെന്നും കണ്ടെത്തൽ. സൂരജ് സജി നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ് സജി, നമ്മുടെ അന്വേഷണത്തിൽ ആ 21-കാരനല്ല വാഹനം ഓടിച്ചിരുന്നത് എന്നതുകൂടി വ്യക്തമാവുകയാണ്. പരിചയസമ്പന്നനായിരിക്കുമല്ലോ സ്കൂളിന്റെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ. എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ച കാരണം എന്നതിൽ എന്തെങ്കിലും വ്യക്തതയായിട്ടുണ്ട്? സുജയ, സുപ്രഭാതം. ഈ മോട്ടോർ വാഹന വകുപ്പ് ഇന്നലെ ഈ മേഖലയിലെത്തി വലിയ പരിശോധനകളടക്കം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വാഹനം ഓടിച്ചത് ഈ നൌഷാദ് അലിയാണ് എന്നുള്ളതാണ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ടെമ്പോ ട്രാവലർ ഓടിച്ചിരുന്ന ഫാഹിസാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ളായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. 6-ാം വളവിൽ നിന്ന് ഇവർ ചിത്രം പകർത്തുന്നത്, 16-ാം വളവിൽ നിന്ന് ഇവർ ചിത്രം അടക്കം എടുക്കുന്നുണ്ട്. അവിടെ ഇറങ്ങി ഏറെ നേരം ചിലവഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ ചിത്രങ്ങൾ എടുത്തതിന് ശേഷമാണ് ഈ 16-ാം വളവിൽ നിന്ന് ഇവർ യാത്ര തിരിക്കുന്നത്. ആ സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ഈ നൌഷാദ് അലിയാണെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സുജയ് സൂചിപ്പിച്ചത് തന്നെയാണ്. നൌഷാദിനെ സംബന്ധിച്ച് 39-കാരനാണ്. അദ്ദേഹം ഏറെക്കാലമായി വാഹനം ഓടിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ആ സ്കൂളിലെ പാങ്ങ് സ്കൂളിലെ സ്കൂൾ ബസ് ഡ്രൈവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറാണ് ഇദ്ദേഹമെന്ന് ഈ മോട്ടോർ വാഹന വകുപ്പും അടിവരയിടുന്നുണ്ട്. അപ്പൊ 39 വയസ്സുള്ള നൌഷാദാണ് വണ്ടി ഓടിച്ചിട്ട് എന്നുള്ളത് ഇപ്പോ അന്വേഷണത്തിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് സത്യം മനസ്സിലാക്കാതെ ഒരുപാട് ആളുകള് 21 വയസ്സായ ആ പയ്യനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകള് ഒരുപാട് രീതിക്ക് കമന്റുകളും പിന്നെ കുറ്റപ്പെടുത്തലുകളുമായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ആയിട്ടും അല്ലാത്തവരായിട്ടും ഒക്കെ നിരന്തരം വീഡിയോകൾ ചെയ്യലും ഒക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. നമുക്കൊരു കാര്യത്തെ കുറിച്ച് അറിയുന്നതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യാണ്, ചാടി പറഞ്ഞിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. ഇന്നതാണ് സംഭവിച്ചിട്ടുള്ളത്, ഇന്നതാണ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്നത്തെ, അതായത് ഒരു മുൻവിധിയാണ്. നമുക്ക് എന്തിനും നമ്മളൊരു മുൻവിധി എടുക്കുകയാണ്. ഇന്നതാണ് സംഭവം, അപ്പൊ അത് ഇന്നതാണ്. അപ്പൊ അതിൽ ബ്രേക്ക് പിന്നെ സംഭവിച്ചിട്ടുണ്ട്, അതതിന്റെ എക്സ്പീരിയൻസ്. അപ്പൊ ഇങ്ങനെ വരികയാണ് 21 വയസ്സായിട്ടുള്ളൂ, അവനക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ ഓരോന്നും അഭ്യൂഹങ്ങൾ പിന്നെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ശരിയായ രീതിക്കുള്ള അന്വേഷണത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. 39 വയസ്സുള്ള നൌഷാദാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നുള്ളത്. ആരായാലും എന്തായാലും അപകടം സംഭവിക്കേണ്ടത് സംഭവിച്ചു. അതിനിപ്പോ ഈ പയ്യനാണ് വണ്ടി ഓടിച്ചിരുന്നെങ്കിലും റബ്ബ് അത് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് സംഭവിക്കും. നമുക്ക് ഭൂമിയിൽ എത്രയാണോ റബ്ബ് ആയുസ് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ അത്ര മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് കൂട്ടി കിട്ടൂല. ഈ ഒരു വിഷയം കേട്ടപാട് ആദ്യം തന്നെ കുറച്ച് ശവന്തീനികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ശവന്തീനികൾ വേറെ ആരുമല്ല, സംഘികൾ തന്നെയാണ്. സംഘികൾ തന്നെ ഉള്ളൂ ശവം തിന്നലുള്ളൂ. അവർക്ക് മലപ്പുറം എന്ന് കേട്ടതോട് കൂടിയിട്ട് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ കടന്നിരുന്ന വിഷം പുറത്തു ചാടി. നമ്മളിപ്പോ ഈ തീട്ട സംഘികൾ എന്ന് പറഞ്ഞില്ലേ, ആ തീട്ട സംഘികളിലെ പ്രധാനിയായിട്ടുള്ള ഒരു രഘുരാമൻ എന്ന് പറഞ്ഞ ഒരുത്തന്റെ കമന്റ് ഉണ്ട് വന്നിട്ടുണ്ട്. അതായത് ആ ഫേസ്ബുക്കിൽ ആ സമയത്ത് അപകടം നടന്ന സമയത്ത് പോസ്റ്റ് ചെയ്ത അപകടത്തിന്റെ ഇത് ആരോ ഒരാൾ പോസ്റ്റ് ചെയ്തതാണ്. ആ പോസ്റ്റിന്റെ താഴെ പോയിട്ട് അവൻ ചെയ്ത കമന്റാണിത്. ഒന്ന് കണ്ടോക്കിങ്ങള്. ഊറിമാരെയും മദ്യപുഴയും സ്വപ്നം കണ്ട് ജീവിക്കുന്ന സ്വപ്നലോക ഇക്കാമാർ വിഭാഗമാണോ അപകടത്തിൽപ്പെട്ടത്? മുറി എൻഡി പുറം ആയതുകൊണ്ട് ചോദിച്ചതാ, മിനി താലിബാൻ പുറം. എന്താണ് ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? ഈ നമ്മുടെ കേരളം മൊത്തം ആകെ വെറുങ്ങലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇവനക്കിത് എഴുതാൻ തോന്നിയതിന്റെ ഇവന്റെയൊക്കെ മനസ്സിന്റെ ഉള്ളിലിരിപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചാൽ കിട്ടും. അവൻ പിറ്റേ ദിവസം മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ആ മാപ്പിൽ അവൻ പറയുന്നത് ഞാൻ നല്ല മദ്യത്തിലായിരുന്നു, ആ സമയത്ത് ഞാനത് അറിയാതെ പറഞ്ഞു പോയതാണ്. അറിയാതെ ഇതൊക്കെയാണോ പറഞ്ഞു പോവുക? ഒരു മതത്തിനെ കുറിച്ചിട്ടാണോ പറഞ്ഞു പോവുക? എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ഈ അറിയാതെ ഇരുന്നപ്പോ എന്റെ പുറത്തേക്ക് ചാടിയതാണ്. എന്നിട്ട് അവൻ പറയുന്നത് എന്താണ്, ഞാനൊരു മുസ്ലിമായ വ്യക്തിയുടെ കൂടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, 16,000 രൂപ എനിക്ക് അവിടുന്ന് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ അത് അങ്ങനെ പറയോ, ഞാൻ അങ്ങനെ ചെയ്യോ? ഈ 16,000 രൂപ ഈ നായിന്റെ മോന് ശമ്പളം കൊടുക്കുന്ന നിന്നെ വേണം തല്ലണം എന്നുണ്ടെങ്കിൽ. കാരണം എന്തെന്നറിയോ, ഇവന്റെ ശരിയായ ഉള്ളിലിരിപ്പ് അവൻ പുറത്തേക്ക് ചാടിച്ച്. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കും, മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് ഊറ്റാൻ പറ്റണൊക്കെ ഊറ്റും, പിന്നെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ബാക്ക് കട അടച്ചു പോയി കഴിഞ്ഞാൽ ഈ മുസ്ലിമിനെതിരെ ശത്രുവായി കണ്ടുകൊണ്ട് അവനക്കെതിരെ തിരിയാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സിന് പോകുന്ന ആളുകളുണ്ട്. ഞാൻ അറിയുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവനും. പെട്ടെന്ന് അവനക്ക് ബോധം തെളിഞ്ഞ് വന്നിക്കാണ്. ഇപ്പോ അവന്റെ പണി പോകും, അവന്റെ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആവുന്ന സാധാരണ അങ്ങനെ തന്നെയാണ് തീട്ടസംഖ്യകൾ അങ്ങനെ തന്നെയാണ് ചെയ്യല്. സാധാരണ തീട്ടസംഖ്യകൾ എന്ത് ചെയ്യുന്നറിയോ,
ഗൾഫിൽ നിന്ന് ഇതേപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എഴുതിയിട്ട് വിടും, ഫേസ്ബുക്കിൽ എഴുതി വിടും. പിന്നെയാണ് ആലോചിക്കുക, ഭാര്യ ഉണ്ട്, മക്കളുണ്ട്, ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നാക്കി പയ്യാരം പിടിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഓരോ അന്നത്തിന് ഉപ്പിനും ഗതിയില്ലാതെ തെണ്ടി തിരേണ്ടി വരും എന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം കാണാൻ മാപ്പോണ്ട് വരുന്നു. ഈ നായിന്റെ മോനെ അതന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കേട്ട സമയത്തും വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇതിൽ ടൈപ്പ് ചെയ്തിട്ട് നേരം വെളുത്തപ്പക്കിന് ചിത്രങ്ങൾ മാറി, ഓന്റെ പിന്നെ ശരിയായ മുഖം നാട്ടുകാരെല്ലാരും അറിഞ്ഞു എന്ന് കണ്ടോട് കൂടിയിട്ട് ഓൻ എന്താക്കി, ഓനക്ക് ഇനി നാട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിലും കുടുംബം പോറ്റണമെന്നുണ്ടെങ്കിലും ഓനക്ക് നിലനിൽപ്പ് വേണമെന്ന് കരുതിയിട്ട് അവൻ എന്ത് ചെയ്ത് പിറ്റേ ദിവസം വന്നിട്ട് മാപ്പ് പറയാം. എത്ര മാപ്പ് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലോടോ ഈ പറഞ്ഞത് അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ മാപ്പൊന്ന് കണ്ടു നോക്കി നിങ്ങൾ എത്രത്തോളം അവ ഒലിപ്പിച്ചിട്ടാണ് പറയണെന്നുള്ളത്. സത്യത്തിൽ ബ്രോ എനിക്ക് അത് അബദ്ധം പറ്റിപ്പോയതായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് പോയ ഒരു കാര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സംഭവിച്ചത് ഇന്നലെ ഞാൻ ഫുൾ ഫിറ്റായിരുന്നു. ഞാൻ ആകെ കാലത്ത് പോലെ നല്ല മദ്യത്തിൽ നല്ല കുളിച്ച് കിടക്കാറുണ്ട് പോലെ. അപ്പൊ ഞാൻ ആ സമയത്ത് അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ സതീഷ് മാധവന്റെ പോസ്റ്റ് പോലും ഞാൻ ശരിക്കും വായിച്ചിട്ടില്ല. ആ വിഷയം പോലും ഞാൻ കണ്ടില്ല. ഞാൻ മുസ്ലിങ്ങളുടെ പേര് കണ്ടു ഉടനെ ഞാൻ അങ്ങ് കയറി അങ്ങ് എന്തല്ലേ ഇവന്റെ ഒരു മൈൻഡ് സെറ്റ് നോക്കി നോക്കി. മുസ്ലിങ്ങളെ പേര് കണ്ടു, മലപ്പുറത്ത് കണ്ടു, അപ്പോഴേക്കും ഓൻ ചാടി കയറി ഇടവിട്ട് ഓന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വേഷം പുറത്തേക്കെടുത്തല്ല. ഇവനൊന്നും ശരിക്കും മലപ്പുറത്ത് വന്നിട്ടുണ്ടാവില്ല. ഇവനക്കൊന്നും മലപ്പുറത്തുള്ള മനുഷ്യരെ ഇപ്പം ഇടപഴകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇവനക്ക് ആകെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും കുറച്ച് സംഘി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും മാത്രം വെച്ചിട്ട് മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് കൊണ്ടു നടക്കണം. ഇവനൊക്കെ ഇവന്റെ മനസ്സിന്റെ ഒക്കെ ഉള്ളതാണ്. സംഘികൾക്ക് സംഘികളുടേതായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ എന്ത് കണ്ടാലും അതിൽ വെറും നെഗറ്റീവ് മാത്രമേ ഇവറ്റങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ബാക്കി കൂടെ ഒന്ന് കണ്ടു നോക്കി പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ചേർത്തലയിൽ മറ്റേ കുഴിമന്തി ഹോട്ടലിൽ മറ്റേ വിഷുവിന്റെ ആ ഒരു വിഷയമുണ്ട്. വിഷു ബ്രോഷർ ഇറക്കിയിൽ, വിഷു ആശംസകൾ ബ്രോഷർ ഇറക്കിയിൽ ഉണ്ണിക്കണ്ണനെ കൊണ്ട് കുഴിമന്തി തിരിക്കുന്നതും അതുപോലെ അതിന്റെ അപ്പുറത്ത് മറ്റേ ഷിയാസ് കരീം എന്ന് പറയുന്നവൻ ബീഫ് മറ്റേ എന്താ പറയുക ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി വിന്നറിനെ കൊണ്ട് നീ സംഖ്യയായോ, നീ ആ കുട്ടി ബീഫ് തിന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നീ സംഖ്യയായോ എന്ന് ചോദിച്ചിട്ട് അവന്റെ ഒരു കമന്റ്. അപ്പൊ അങ്ങനെ അതിന്റെയൊക്കെയുള്ള ഒരു അമർഷം നമ്മുടെ ഉള്ളിലുണ്ടായി. ആ ഒരു അമർഷത്തിന്റെ ബേസ് എന്റെ ഉള്ളിൽ കിടക്കണമെന്നുകൊണ്ടാണ് ഞാൻ ഇന്നലെ നല്ല അഫ്സൽ കള്ളായിരുന്നു, മദ്യം നോർമലി ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ഒരാളൊന്നും അല്ല. ഞാൻ അറിയുന്നവർക്കൊക്കെ അറിയാം. എനിക്ക് ഇഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും ജോലി ചെയ്യുന്നത്. ഞാനിപ്പോഴും ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരന്റെ സ്ഥാപനത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അവർ തരുന്ന അന്നം തന്നെയാണ്. മാസം 16,000 രൂപയാണ് എന്റെ ശമ്പളം. ആ ശമ്പളം മേടിക്കുന്ന ഒരു മുസ്ലിമിന്റെ കയ്യിൽ തന്നെയാണ് ഞാൻ. എനിക്ക് അതിനൊരു മടിയില്ല അത് പറയാനായിട്ട്. സുഹൃത്തെ, എനിക്ക് എന്നെ തെറ്റിദ്ധരി ഈ വികാര മത ഇല്ലല്ല അന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടില്ല. ഇജ്ജ് പാവല്ലടാ, ഇജ്ജ് ഭയങ്കര നിഷ്കളങ്കനല്ലടാ, ഭയങ്കര ഉണ്ണിയല്ലേ. അന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഇവനെ പോലുള്ള ആളുകളെ നമ്മൾ സൂക്ഷിക്കുക. അതായത് പുറമെ ചിരിയും ഉള്ളില് വിഷവുമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനിപ്പോ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊന്ന് പോയിരുന്നു. അപ്പൊ അവിടുന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളുണ്ട്. അവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, മതമില്ലാത്തവരില്ല, മതമുള്ളവരില്ല. എല്ലാവർക്കും ആകെ ഒരൊറ്റ മതമുള്ളൂ. എന്ത്? മനുഷ്യൻ എന്ന ആ ഒരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഉള്ളത്. ഇവനൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലോ ഒരു ഇടങ്ങറിലോ ഒരു കഷ്ടപ്പാടിലോ പോയി ചാടാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇവന്റെയൊക്കെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ വിഷം പുറത്തേക്ക് ചാടിയിട്ടുള്ളത്. എടോ, തന്നെ പോലുള്ള ആളുകളോടാണ് ഈ പറയുന്നത്. ഇതുപോലെയുള്ള സംഘി ഗ്രൂപ്പ് എന്നൊക്കെ ഒന്ന് ഇറങ്ങി പോന്നിട്ടേ പറ്റുമെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ RCC തിരുവനന്തപുരം അവിടേക്ക് ഒന്ന് പോയി നോക്കണോ. അപ്പൊ അറിയാം മനുഷ്യൻ എന്താണെന്നുള്ളതും മനുഷ്യന്റെ വികാരം എന്താണെന്നുള്ളതും മനസ്സിലാവും. അല്ലാതെ നിന്റെയോ അല്ലെങ്കിൽ നിന്റെ നേതാക്കന്മാരെ പോലെയുള്ള ഒരു മതഭ്രാന്ത് പറച്ചിൽ മാത്രമല്ല ലൈഫ് എന്നുള്ളത്. എടോ, നീ ഉള്ളിക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് താഴത്തേക്ക് വരുന്നുള്ളത് ഒരു ഉറപ്പില്ലാത്തൊരു ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് മനുഷ്യൻ എന്നുള്ളത്. അറിയോ? അതൊന്നും നിന്റെ സംഘി ഗ്രൂപ്പിലോ നിന്റെ സംഘി വാട്സപ്പ് ഗ്രൂപ്പിലോ ഒന്നും ഇതൊന്നും പ്രചരിപ്പിക്കൂല, ഇതൊന്നും പറയൂല. നിന്നെ പോലുള്ള ആളുകൾക്ക് അത് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. ആ വിഷം കുത്തിവെച്ചത് കാരണം നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഏത് നേരം മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടുമുള്ള ശത്രുത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് നിന്നെ പോലുള്ള സംഘിസം എടുത്തിട്ടുള്ള സംഘി ഗ്രൂപ്പിൽപ്പെട്ടവര്. ഇനിയെങ്കിലും നന്നായിക്കൂടറോ. അപ്പൊ ഓക്കെ എന്നാ, ശരി എന്നാ എല്ലാവർക്കും. ഞാൻ ഇതൊരു മെസ്സേജ് കണ്ടപ്പോ എനിക്കൊരു വീഡിയോ ചെയ്യണം തോന്നി. എന്റെ നാട്ടിലുള്ള ഒരു ടീച്ചർ ഇതിൽ വിട്ടിട്ടുണ്ടായിരുന്നു, പുലാമന്തോടുള്ള. അപ്പൊ ടീച്ചറെ ശവസംസ്കാര ചടങ്ങൊക്കെ ഐവർ മഠത്തിൽ വെച്ചിട്ടാണ് നടന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നിരുന്നതാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, വീഡിയോ ലെങ്ത് ആക്കി കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.